നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പിന്തുണ വിവാദം കത്തുന്നു. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയതാണ് നിലമ്പൂരിന്റെ ചൂടേറ്റുന്നത്. അപ്പോൾ PDPയോ എന്നാണ് മറുചോദ്യം. അത് പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടിയെന്ന് MV ഗോവിന്ദന്റെ പുതിയ കണ്ടുപിടുത്തം. പാർട്ടി തന്നെ അത് പറയണം. മുൻ LDF സർക്കാരിന്റെ വീരകൃത്യമായി അവർ തന്നെ അവകാശപ്പെട്ടതാണ് മദനിയെ തമിഴ്നാടിന് കൈമാറി കയ്യടി വാങ്ങിയത്. ആരുടെ മുൻകൈയിൽ PDP പീഡിപ്പിക്കപ്പെട്ടു എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. അത് മാറ്റിവെച്ച് മൗദൂദി, മതരാഷ്ട്രവാദം എന്നെല്ലാം MV ഗോവിന്ദൻ ആവർത്തിക്കുമ്പോഴാണ് അടി തെറ്റിച്ചുകൊണ്ട് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാർത്ത തിരിഞ്ഞുകൊത്തിയത്. MV ഗോവിന്ദൻ ഏത് മഹാസഭ, ഏത് സ്വാമി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും വിജയരാഘവൻ പുലിവാലു പിടിച്ചു എന്ന് പാതി സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ പല വഴി വരുന്ന പിന്തുണയിൽ ആരെല്ലാം പ്രതിരോധത്തിലാകുന്നു? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. നിലമ്പൂരിൽ മഴവിൽ സഖ്യമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് KP നൌഷാദ് അലി, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷെരീഫ്, മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ K അനിൽകുമാർ, നിങ്ങൾക്കിന്ന് നിരന്തരമായി കേൾക്കേണ്ടി വരുന്ന ചോദ്യം, വെൽഫെയർ പാർട്ടി ആകുന്നതിന് മുൻപും ശേഷവുമൊക്കെ അവർ നിങ്ങൾക്ക് തുടർച്ചയായി പിന്തുണ നൽകുമ്പോൾ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നിലപാട് നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ എന്നതാണ്. അതുപോലെ PDP ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചത് എന്നതും എല്ലാവർക്കും അറിയാം. ആ PDPയെ ഇപ്പോൾ മറ്റൊരു രൂപത്തിൽ ചിത്രീകരിക്കാൻ നിങ്ങൾ തത്രപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഉയരുന്ന വിമർശനം. അതിനുള്ള മറുപടി. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബിയും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം സഖാവ് ജോൺ ബ്രിട്ടാസും ലോകസഭയിലെ പാർട്ടി നേതാവ് K രാധാകൃഷ്ണനും അടങ്ങുന്ന ഒരു സംഘം ജമ്മു കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ഭീകര ആക്രമണം ഉണ്ടായ ശേഷം ആ സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളിലൊരു ഉന്നതതല സംഘമാണ് CPM നയിക്കുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു MLA ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നാണ്. ഇന്ത്യ രാജ്യത്തെ BJP ആ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ തകർത്തെറിയുകയും കീറിമുറിക്കുകയും പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതെയാക്കുകയും ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനം ഇനി ഇന്ത്യയിൽ വേണ്ട എന്ന തരത്തിലേക്ക് മതപരമായി തന്നെ അതിനെ അവതരിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അതിനെ വീറോടെ എതിർത്ത് മുന്നോട്ട് വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ട്, മുഹമ്മദ് യൂസഫ് തരിഗാമി. ആ തരിഗാമിക്കെതിരെ അവിടെ മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അവിടെയെങ്കിലും അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുത്ത് BJP-യാണ്. അങ്ങനെ BJP-യുടെ പിന്തുണയോടെ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ തോൽപ്പിക്കാനായില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട വേണു പറയുന്ന മഴവിൽ അങ്ങ് കാശ്മീരിന്റെ മേലെയാണ്. ആ കാശ്മീരിന്റെ മേലെയുള്ള ആ മഴവിലിനെ തകർത്തെറിഞ്ഞിട്ടാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി നമ്മുടെ ഹിമാലയത്തിന് മുകളിൽ ചെങ്കുടിയേർത്ത് നിൽക്കുന്നത്. വളരെയേറെ മതന്യൂനപക്ഷങ്ങൾ ഏറെയുള്ളൊരു മണ്ണിൽ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗക്കാരേറെയുള്ളൊരു മണ്ണിൽ തരിഗാമി എന്ന് പറയുന്ന മതനിരപേക്ഷ കമ്മ്യൂണിസ്റ്റിനെ എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തു? ഞങ്ങളെക്കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണയും ആര് വിചാരിച്ചാലും ഉണ്ടാക്കാനാവില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ ഉണ്ടാക്കാൻ പറ്റുന്ന നാശം എന്താണ്? നിങ്ങൾ BJP-യുടെ മതരാഷ്ട്രീയത്തിന് നിയമപരമായ പിന്തുണ ഉറപ്പുവരുത്തുന്ന അതിന് അടിസ്ഥാനപരമായ അവർക്ക് അടിയൊപ്പ് വെച്ചു കൊടുക്കുന്ന തെറ്റായ കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടെ വലിയ ഒരു പാർട്ടിയായിട്ട് നമ്മുടെ നാട് തകർക്കാൻ പോകുന്നുവെന്നല്ല CPM-ന്റെ വാദം. മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്ത് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ശക്തമായ ആളെ കൂട്ടാനാവും. BJP ഇന്ത്യയിൽ ചെയ്യുന്ന മതരാഷ്ട്രീയ പ്രവർത്തനത്തിന് മറുപുറമെന്ന വണ്ണം മുസ്ലിങ്ങൾ മതരാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുവെന്ന് BJP-ക്ക് പറയാൻ അവസരമുണ്ടാക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ രാജ്യത്ത് BJP-യെ നേരിടാൻ കഴിയുമോ?
ബാബറി മസ്ജിദിന്റെ തകർച്ചയുടെ ഘട്ടത്തിൽ എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമി സുനിൽകുമാർ, ശരി, അങ്ങ് കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. ഇനി നമുക്ക് ഇപ്പോഴത്തെ ചോദ്യങ്ങളിലേക്ക് വരാം. 2019 വരെ ജമാഅത്ത് വെൽഫെയർ പാർട്ടി രണ്ട് രൂപത്തിലും പിന്തുണച്ചിരുന്നത് ഇടതുപക്ഷത്തെയാണ് എന്ന് പറയുന്നു, CPM-നെ വിശിഷ്യ. 2019 മുതലാണ് അവരുടെ ചുവടുമാറ്റം എന്നതും പറയുന്നു. അതുവരെയുള്ള ആ പിന്തുണയെ എങ്ങനെ കാണുന്നു? അത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രീയ പാർട്ടികൾക്ക് ഗതികെട്ട ഒരവസ്ഥയുണ്ടായി. എത്ര നാണം കെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ കോൺഗ്രസിന്റെ അടുക്കളയിൽ നിന്ന് മാറത്തില്ല എന്ന് കരുതുന്ന ഒരു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമ്മൾ കണ്ടത് എപ്പോഴാണ്? ബാബറി മസ്ജിദ് പകൽ വെളിച്ചത്തിൽ പൊളിച്ചടിക്കും. ബാബറി മസ്ജിദ് കൺമുമ്പിൽ നമ്മുടെ TV-യിലൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 5-5, 5-10, 5-15. എന്നിട്ട് ഉമാഭാരതി എന്ന് പറയുന്ന മന്ത്രി പറയുകയാണ്, അത് പിന്നീട് അവർ മന്ത്രിയായി, ഒരു ചവിട്ട് കൂടെ കൊടുക്കാൻ. BJP-യുടെ അധ്യക്ഷനായി മാറിയ അദ്ദേഹത്തിന്റെ തോളത്ത് ചവിട്ട് കയറിയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആരാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? കോൺഗ്രസ്. അതിനെതിരായി ഇവിടെ ഒരു വികാരം ഉയർന്നു വന്നു. ആ വികാരം നമ്മുടെ രാജ്യത്താദ്യം പ്രതിഫലിച്ചത് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിലാണ്. ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവരാമൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ 1,42,000 വോട്ടിനാണ് അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചത്. KR നാരായണൻ ഒഴിഞ്ഞ ആ ഒറ്റപ്പാലത്ത് എന്തുകൊണ്ട് അത്തരൊരു ഫലമുണ്ടായി? ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിനെ മതന്യൂനപക്ഷങ്ങൾ കൈവിട്ടു. മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു ആളെ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യിക്കാനായില്ല. ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ തലയിൽ മുണ്ടിട്ട് വെള്ളത്തും കയറിയല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്കാർ മുസ്ലിം വീടുകളിൽ കയറിയിട്ട് പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, അവിടെ കേന്ദ്രത്തിൽ പോയിട്ട് കോൺഗ്രസിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാർക്ക് കാര്യമില്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുണ്ട്. എന്ന് വെച്ചാൽ 2019 വരെ നിങ്ങളെ പിന്തുണച്ചത് അവരുടെ നിവൃത്തികേട് കൊണ്ട് എന്നാണോ അങ്ങ് സ്ഥാപിക്കുന്നത്? ഇല്ല, അല്ലല്ല, ഞാൻ പിന്തുണച്ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പിന്തുണച്ചെന്ന് പറഞ്ഞോ? അങ്ങനെ നിങ്ങൾ കേട്ടാ? ഞാൻ പറയുന്നത് എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഗതികേട്, അത് മനസ്സിലാക്കണം. ഈ ലീഗിന്റെ ഗതികേട് എന്തായിരുന്നു? ബഹുമാനപ്പെട്ട വേണു ഒന്നും നല്ല മാധ്യമ പ്രവർത്തകനാണ്. ബഹുമാനപ്പെട്ട വേണു ഒന്ന് ഓർത്തു നോക്കി, എന്തായിരുന്നു ലീഗിന്റെ ഗതികേട്? അന്ന് അധികാരം ഒഴിയാൻ പറ്റുമോ ഇല്ലയോ? ബാബറി മസ്ജിദ് പൊളിച്ചതിനെ തുടർന്ന് ലീഗ് മുന്നണിക്കകത്താണോ മുന്നണിക്ക് പുറത്താണോ? എന്തായിരുന്നു കേരള രാഷ്ട്രീയം? ഇടയ്ക്ക് ഒരു ഘട്ടം വരുമ്പോൾ ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് UDF വിട്ടൊരു ഘട്ടമുണ്ടല്ലോ. പിന്നീട് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഐക്യപ്പെട്ടൊരു ഘട്ടമുണ്ടല്ലോ. നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ UDF ലീഗ് വിട്ടൊരു ഘട്ടമുണ്ടോ? എന്തിനായിരുന്നു ലീഗ് വിട്ടത്? ലീഗ്, മുസ്ലിം ലീഗ് UDF-ന്റെ മുന്നണി 1980 ശേഷം, മുസ്ലിം ലീഗിന്റെ മുന്നണി 1970 ശേഷം വിട്ട ചരിത്രമുണ്ട്. എന്തിനാ വിട്ടത്? ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് അങ്ങയുടെ വാദഗതികളുടെ എല്ലാം തിരികലായി നിൽക്കുന്നത് 92-ലെ ബാബറി മസ്ജിദ് ധ്വംസനമാണ് എങ്കിൽ അങ്ങയോടുള്ള വിനീതമായ ചോദ്യം, ഓർമ്മപ്പെടുത്തൽ, 48-ലാണ് ഇവർ ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ എന്ന പേരിൽ രൂപീകരിക്കപ്പെടുന്നത്. ആ പേരിലൂടെ 41-ൽ ജമാഅത്ത് ഉണ്ടാക്കുന്നു മൗദൂദിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല അവർ. 48 മുതൽ ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരെ അതേ നിലപാട് തുടരുന്നു. അപ്പോൾ ഈ 92 ഇല്ല, 78. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ വോട്ടെടുപ്പിലേക്ക് പങ്കാളികളാകുന്നു. ആ ഘട്ടം മുതൽ പ്രത്യേകിച്ച് കേരളത്തിൽ അവരുടെ പിന്തുണ കിട്ടുന്നത് ഇടതുപക്ഷത്തിനാണ്, CPM-നാണ്. 92 ഇല്ലേ? അതിനുള്ള മറുപടി എന്നിട്ട് എനിക്ക് മറ്റതിഥികളിലേക്ക് പോകാം. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം എന്ന് പറഞ്ഞൊരു വാരിക വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയെ ഫാസിസ്റ്റ് കക്ഷി എന്ന് വിളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതമൗലികവാദം പ്രചരിപ്പിക്കുന്ന, ഈ രാജ്യത്തിന് സ്വീകാര്യമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു സെക്കൻഡ് അങ്ങനോട് സഹകരിക്കണം, തീർച്ചയായും അങ്ങയിലേക്കാണ് വരേണ്ടത്. പക്ഷേ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഈ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയിലേക്കൊന്ന് പോവുകയാണ്. ശ്രീ K. ഷഫീഖ്, നിങ്ങൾ എപ്പോൾ മുതൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചു തുടങ്ങി? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 92 എന്ന് K. അനിൽകുമാർ സ്ഥാപിക്കുന്ന ആ ഘട്ടം മുതലായിരുന്നോ നിങ്ങളുടെ ഈ ഐക്യപ്പെടൽ ഇടതുപക്ഷത്തോട്, എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ? അത് ഒരു നിവൃത്തികേടിന്റെ ഭാഗമായി ഉണ്ടായതാണോ?
അല്ല, ഇവിടെ ഈ ഒരു ചർച്ചയുടെ ഒരു ബേസിൽ ആദ്യ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പാർട്ടികളുടെ മതനിരപേക്ഷതയും മതേതരത്വവും അതും ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം CPM-ന് ആരും പതിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് CPM-ന്റെ അത്തരമൊരു സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഗതികേടും ആർക്കുമില്ല, പ്രത്യേകിച്ച് ഞങ്ങൾക്കില്ല. അത് ഞാൻ ആമുഖമായി പറയുകയാണ്. രണ്ടാമത് വേണു ചോദിച്ചതിലേക്ക് വരാം. 2011 വെൽഫെയർ പാർട്ടി രൂപീകൃതമാകുന്നത്. 2011 ശേഷം ഞങ്ങൾ ആദ്യമായി മത്സരിക്കുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണ്. 2014 ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു. ചില പ്രാദേശിക കക്ഷികളടക്കമുള്ളവരെ സഹകരിച്ച് മത്സരിച്ചു. രണ്ട് മുന്നണികളോട് ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. തുടർന്ന് വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2015. ഈ 2015 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വെൽഫെയർ പാർട്ടിയും ഇടതുപക്ഷവുമായിട്ടാണ് ധാരണ. ഈ അനിൽകുമാർ സഖാവ് അന്ന് പാർട്ടിയിൽ ഇല്ലെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി നേതാക്കളോട് ചോദിക്കണം. അന്തരിച്ച CPM-ന്റെ അന്നത്തെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനിൽകുമാർ സഖാവിനേക്കാൾ വലിയ നേതാവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹവും ഞങ്ങളും തമ്മിലാണ് ചർച്ച. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. മുഖാമുഖം ചർച്ച. AKG സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള സഖാവിൻ്റെ ഫ്ലാറ്റിൽ, പിന്നീട് AKG സെൻറ്ററിൽ, ശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, ഇവിടെ എല്ലാം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി CPM സഹകരണം ഉണ്ടാകുന്നത്. അന്ന് ആലപ്പുഴയിൽ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. ആ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി സഖാവ് G. സുധാകരൻ്റെ വീട്ടിൽ ചർച്ച നടക്കുകയും അവിടെ നിന്ന് വീണ്ടും സജി ചെറിയാൻ അന്ന് ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ ധാരണ രൂപപ്പെടുത്തുന്നത്. അരൂക്കുറ്റി, പാണാവള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിൽ സഹകരിച്ചു മത്സരിച്ചു, ഒരുമിച്ച് ഭരിച്ചു, അവിടെ മുന്നോട്ട് പോയി. മലപ്പുറം ജില്ലയിൽ 23 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലാണ് CPM വെൽഫെയർ പാർട്ടി ധാരണ. കോഴിക്കോട് ജില്ലയിൽ 12 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ധാരണ. പാലക്കാട് ജില്ലയിൽ, അതേപോലെ കേരളത്തിലെ കണ്ണൂരിൽ, ഇവിടങ്ങളിലെല്ലാം ധാരണ. സഖാവ് ഒന്ന് ചോദിച്ച്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയുണ്ടോ? ഞങ്ങൾ മത്സരിച്ച സ്ഥലത്ത്, ഞങ്ങൾ ജയിച്ച സ്ഥലത്ത് CPM-നും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? അവിടുത്തെ CPM-മാർ ആർക്കാണ് വോട്ട് ചെയ്തത്? എൻ്റെ അനിൽകുമാർ സഖാവേ, ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയുന്ന, ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന വ്യക്തമായ ഡാറ്റകൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു ദിവസം ഇവിടെ എല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളെ കിട്ടില്ല. നിങ്ങളുടെ അവസരവാദ രാഷ്ട്രീയമാണ്. നിങ്ങളുടെ കൂടെ നിന്നാൽ അവർക്ക് എന്തു പരിവേഷവും നിങ്ങൾ നൽകും. നിങ്ങളിപ്പോൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സംസാരിച്ചു. ഞാൻ അതിൻ്റെ സംസാരിക്കേണ്ട ഒരാളല്ല, ഞാൻ പാർട്ടിയെ പ്രതികരിച്ച് വന്ന ഒരാളാണ്. നിങ്ങൾ ഒരു ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങളുടെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് അന്തർദേശീയ നിലപാടുള്ള വലിയ മഹത്വമുള്ള പ്രസ്ഥാനം, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾ പിന്തുണ പിൻവലിക്കുമ്പോഴേക്കും തീവ്രവാദം. PDP-യെ കുറിച്ച് നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞു അവർ തീവ്രവാദമാണ്, കുഴപ്പക്കാരാണ്. PDP നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ നിങ്ങൾ അവർക്ക് മഹത്വം നൽകുന്നു. ഹിന്ദു മഹാസഭ നിങ്ങൾക്ക് ഇപ്പോൾ പിന്തുണ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുവരെയും അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആദ്യം പറഞ്ഞു അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ വീഡിയോ അടക്കമുള്ള തെളിവുകൾ വരും. അപ്പം നിങ്ങളുടെ നയം അവസരവാദമാണ്. അതിന് കാശ്മീരും തരിഗാമിയൊന്നും പറയാൻ പോകേണ്ട സഖാവേ. ഈ കേരളത്തിൽ നിന്ന് സംസാരിക്കേ. നിങ്ങളും തമ്മിൽ ധാരണയിൽ മത്സരിച്ച് ഒരുമിച്ച് ഭരിച്ച എത്ര തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്? നിങ്ങളുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൂട്ടിലങ്ങാടി ഭരിച്ചില്ലേ? നമ്മൾ എന്തെല്ലാം എവിടെല്ലാം, കാരശ്ശേരി ഭരിച്ചില്ലേ, കൊടിയത്തൂർ ഭരിച്ചില്ലേ, മുക്കം മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിച്ചില്ലേ, അരൂക്കുറ്റി ഭരിച്ചില്ലേ, എത്ര തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പോൾ ഈ സഖാക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നോ? അത് വേറെ ഏതോ പാർട്ടിയായിരുന്നോ? അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഈ അവസരവാദം, നിങ്ങൾക്ക് രാഷ്ട്രീയം പറയൂ. ഒരു പാർട്ടി ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, PDP പിന്തുണ പ്രഖ്യാപിച്ചു, ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. അവർക്ക് അവരുടേതായ കാരണത്താൽ LDF-നെ പിന്തുണക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണത്താൽ UDF-നെ പിന്തുണക്കാം. ഞങ്ങളൊരു കാലത്ത് ഞങ്ങളുടെ കാരണങ്ങളാൽ നിങ്ങളെ പിന്തുണച്ചതാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടൂ. അതിനു പകരം സമുദായം തിരിച്ച്, മതം തിരിച്ച്, വിഭാഗീയതയുണ്ടാക്കി, ധ്രുവീകരണവും സംഘർഷവും ഉണ്ടാക്കി അതിലൂടെ വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വോട്ട് BJP കൊണ്ടുപോകും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ധ്രുവീകരണത്തിൻ്റെ ഗുണഫലം BJP-ക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് സഖാവെ മനസ്സിലാക്കൂ. ഇന്ത്യയിൽ ആകെ നിങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ പയറ്റുന്ന ഈ കളിക്ക് ആത്യന്തികമായ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ അവസരവാദത്തിൻ്റെ കൈകാലിട്ടടി
അത് എത്ര കൊല്ലമായി പറയുന്നു, ഞങ്ങളൊക്കെ ഇത് എത്ര വിശദീകരിച്ചു, നിങ്ങൾ ആരും മറുപടി പറഞ്ഞിട്ടില്ല. ശരി ശരി ഞങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ കള്ളമാക്കാൻ കഴിയും? ശരി ഷഫീഖ്, ശ്രേൽകുമാർ വേഗം അതിന് മറുപടി എന്നിട്ട് എനിക്ക് നൗഷാദിലേക്ക് പോകണം. അല്ല, ഏതെങ്കിലും പഞ്ചായത്തിന്റെ മൂലയിൽ ആരെങ്കിലും ഒക്കെ മത്സരിച്ച കാര്യം വെച്ചിട്ടാണോ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എന്ത് വർത്തമാനക്കാരനാണ്? നിങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിന്റെ മൂലയിലെ കാര്യം വെച്ചിട്ടാണോ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്? ഞാൻ കേട്ടോ അങ്ങോട്ട് കേട്ടോ. നിങ്ങളുടെ ഒരു പ്രസ്താവനയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു, കാട പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു, അഴിമതി ദേശീയ സംസ്കാരമാക്കി. തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റുതിരുത്താനോ മേലിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അങ്ങനെ ഗതികെട്ട് കോൺഗ്രസ് മേലിൽ ഒരു മര്യാദയ്ക്ക് പെരുമാറും. ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് നാളെയെങ്കിലും മര്യാദയ്ക്ക് പെരുമാറിക്കൊള്ളാമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് പോലും കൊടുക്കാൻ പറ്റാത്ത ഗതികേടിൽ നിങ്ങൾ പെരുവെയിലത്തോ മഴയത്തോ നിന്ന ഘട്ടത്തിൽ ഏതെങ്കിലും മൂലക്ക് എന്തെങ്കിലും വർത്താനം ആരെങ്കിലും പറഞ്ഞത് കരുതിയിട്ടാണോ? അല്ലല്ല, കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മൂലയിൽ ആരെങ്കിലും എന്തെങ്കിലും വർത്താനം പറയുന്നതിന്റെ ഭാഗമായി വരിക? നിങ്ങൾ എങ്ങനെയാണ്? ഒരു സെക്കൻഡ് അദ്ദേഹം പറയൂ. അതൊന്നും വസ്തുതാപരമായി പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടതെങ്കിൽ ആ വസ്തുതാപരമായ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായ ഒരു ചർച്ചയും ഉണ്ടായില്ല. ശ്രേൽകുമാർ, ഇവിടുത്തെ പ്രശ്നം അല്ലല്ല, കാര്യങ്ങൾ നേരിട്ട് പറയണം. ശ്രേൽകുമാർ, ഇവിടെ ഷഫീഖ് പറഞ്ഞൊരു കാര്യം, ഷഫീഖ് പറഞ്ഞ കാര്യം, ഷഫീഖ് പങ്കെടുത്തിട്ടുള്ള ചർച്ചയിൽ ഷഫീഖ് പങ്കെടുത്ത ചർച്ചയുടെ കാര്യത്തിൽ മറുപടി പറയേ? ഇതല്ല, ഒളിച്ചു കളിയാണ്, ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങേക്ക് ബോധ്യമാകുന്നില്ലെങ്കിലും അങ്ങ് വല്ലാതെ ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ശ്രേൽകുമാർ. സാധാരണഗതിയിൽ നിന്ന് മാറി അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ ഷഫീഖ് എന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി പറയുകയാണ്, ശ്രേൽകുമാർ, ഞാനും കൂടി പങ്കെടുത്തു കോടിയേരിയോട് ആശയവിനിമയത്തിൽ, ധാരണയിൽ. ആദ്യം AK സെന്ററിനെതിരെയുള്ള ആ ഫ്ളാറ്റിൽ, പിന്നെ AKG സെന്ററിൽ, ഈ പറയുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, ഈ സജി ചെറിയാൻ, ഈ പറയുന്ന സുധാകരൻ, ഇവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ പറയുകയല്ലേ? അതൊന്ന് ഖണ്ഡിക്ക്. അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, CPMന്റെ രാഷ്ട്രീയ നയം തീരുമാനിക്കുന്ന എവിടെയാണ്? അത് പരസ്യമായിട്ടാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുമ്പോൾ നേതാക്കൾ സംസാരിക്കുമല്ലോ. രാഷ്ട്രീയ നയം എന്താണ്? ഞങ്ങൾ ഇന്നേ വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും നിലപാട് അനുകൂലമായി ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടോ, കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ഈ നിലപാട് എന്താ നിലപാട്? മേലിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഈ നിലപാട് കോൺഗ്രസ് മാറ്റിയോ? ഇന്ന് ജമാഅത്തെ ഇസ്ലാമി പറയൂ. നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ചാണ് ചോദ്യം. നിങ്ങളുടെ പാർട്ടി ഈ നിലപാട് മാറ്റിയോ? കോൺഗ്രസ് നിലപാട് മാറ്റിയോ? കോൺഗ്രസ് നീതിപൂർവമായി ശ്രീ അനിൽകുമാർ, നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിലും നിങ്ങളോടുള്ള വിയോജിപ്പ് ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കോൺഗ്രസിനെ പറ്റിയും അവർ പറഞ്ഞിട്ടുണ്ട്. അതല്ല പ്രശ്നം. ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നു പറയുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കോടിയേരിയുമായി ചർച്ച നടന്നിട്ടുണ്ട് എന്ന്. ആ ചർച്ചയെപ്പറ്റി അങ്ങ് എന്താണ് പറയുന്നത്? ഇതെല്ലാം തുറന്ന രൂപത്തിലുള്ള ചർച്ചകളായിരുന്നു എന്നോ? അങ്ങനെ പറയുന്നുണ്ട്. എന്താ പ്രത്യേകത? നിങ്ങൾക്ക് ഇവരുമായി ചർച്ചയാണുള്ളത് രാഷ്ട്രീയം, അല്ലെങ്കിൽ പിന്നെ എന്ത്? ആ ധാരണ എങ്ങനെയൊക്കെയായിരുന്നു, എവിടെയൊക്കെയാണത് പ്രതിഫലിച്ചത് എന്നതാണ് അക്കമിട്ട് നിരത്തുന്നത് ആ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നിട്ട്. വേണുവിന്റെ അക്കത്തിന്റെ വലിപ്പം എനിക്ക് മനസ്സിലായി. ഏതെങ്കിലും പഞ്ചായത്തിന്റെ മൂലയ്ക്ക് ഏതെങ്കിലും കാര്യത്തിന് ഞങ്ങളുടെ നേതാക്കന്മാരെ വന്ന് കണ്ടതാണോ അക്കം? RSSുമായി ചർച്ചയ്ക്ക് പോയി യോഗ്യന്മാർ, പരമയോഗ്യന്മാർ. എന്ത് കാര്യത്തിനാ? RSSുമായി ചർച്ചയ്ക്ക് പോയ പരമയോഗ്യന്മാർ വന്നിട്ട് വർത്താനം പറയുകയാണ് ഏതോ പഞ്ചായത്തിന്റെ മൂലയ്ക്ക് ഏതാണ്ടുണ്ടെന്ന്. അവിടെ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം മനസ്സിലാക്കണം. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, മതരാഷ്ട്രീയത്തിൽ നിങ്ങൾ പിന്മാറിയോ? ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാം മത രാഷ്ട്രമാക്കണമെന്ന വാദത്തിൽ നിങ്ങൾ പിൻവാങ്ങിയോ? ആ വാദം ഉന്നയിച്ച മദൂദിയുടെ രാഷ്ട്രീയത്തെ നിങ്ങൾ പിൻവലിച്ചോ? മദൂദിസത്തിൽ നിങ്ങൾ പിന്മാറിയോ? നിങ്ങൾക്ക് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല നിലപാടുണ്ടോ? നിങ്ങൾ ബ്രദർഹുഡ് എന്ന് പറയുന്ന, ഇസ്ലാം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോക ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എത്രയോ ആഖ്യാനങ്ങൾ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കൺമുമ്പിലെ യാഥാർത്ഥ്യമാണ്.
കൺമുമ്പിലെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുക. ഈ മതരാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് RSSനെയാണ് ശക്തിപ്പെടുത്തുന്നത്. ശരി, ശ്രീ അനിൽകുമാർ. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ ശരി ഭാഗമായിട്ടാണ് ശരി ഞങ്ങൾ ശരി പോരാട്ടം ശരി ഞാൻ നടത്തുന്നത്. മറ്റതിലേക്ക് കൂടെ പോവുകയാണ്. ആ ശ്രീ പോരാട്ടം നൗഷാദ് അലി, നടത്തുന്ന ഞങ്ങളെ ശ്രീ നൗഷാദ് അലി, ഇവിടെ നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ശരി കൂടും. ശരി കോൺഗ്രസിന്റെ കൂടെ ശരി കൂടും. ശരി ശ്രീ അനിൽകുമാർ പറയുകയായിരുന്നു, ഇവിടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ അറ്റത്തോ മൂലയിലോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണോ വലിയ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ചൂണ്ടിക്കാട്ടേണ്ടത് എന്ന്. അതിനുള്ള മറുപടി അങ്ങ് പറയുക എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിന്റെ ഒരു മൂലയിലെങ്കിലും ഒരേ തൂവൽ പക്ഷികളായി ഇരിക്കുന്നു എന്ന് അദ്ദേഹം ഭംഗ്യന്തരേണ സമ്മതിക്കുന്നുണ്ട്. അതിന്റെ വ്യാപ്തി അദ്ദേഹം വളരെ ന്യൂനീകരിച്ചാണ് കാണുന്നത് എങ്കിൽ പോലും അതിനുള്ള മറുപടി. കൂടാതെ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം കാതലായ വിഷയമാണ്. അതൊരു മതനിരപേക്ഷ സമൂഹത്തിൽ ഏത് പ്രസ്ഥാനം ഉന്നയിച്ചാലും അത് ഗൗരവമുള്ള ഒന്നാണ്. അത് മതരാഷ്ട്രവാദ സിദ്ധാന്തമാണ്. അതേപ്പറ്റി ഇപ്പോൾ ശ്രീ അനിൽകുമാർ ഇവിടെ പറയുകയുണ്ടായി, ഈ ജമാഅത്ത് അത് തള്ളി പറഞ്ഞിട്ടുണ്ടോ, വെൽഫെയർ പാർട്ടിയുടെ നിലപാടെന്താണ് ആ കാര്യത്തിലെന്ന്. ഇവർ രണ്ടുപേരും വ്യക്തത വരുത്താത്ത ആ കാര്യത്തിൽ ഇന്ന് സവിശേഷ താല്പര്യത്തോടെ VD സതീശൻ എന്തിന് വ്യക്തത വരുത്തുന്നു? അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന്. CPMന് പിന്തുണ കൊടുത്തപ്പോൾ മതരാഷ്ട്രവാദം എന്ന ആശയമാണല്ലോ അവർക്കുള്ളത്, അതുണ്ടായിരുന്നില്ലേ? അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്? രണ്ടിനുമുള്ള മറുപടി ശ്രീ നൗഷാദ് അലി. ഒന്നാമത്തെ കാര്യം വേണു, ഇവിടെ CPMന്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ അനിൽകുമാറൊക്കെ ഏതായാലും EMSനേക്കാളൊക്കെ എത്രയോ താഴെയുള്ളൊരു നേതാവാണല്ലോ. അവരെല്ലാ കാലത്തും EMS തൊട്ടുള്ള നേതാക്കള് ഇത്തരത്തിൽ വോട്ടിന് വേണ്ടി പരസ്പര വിരുദ്ധമായതും എന്നാൽ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതുമായ കാര്യങ്ങൾ വലിയ തോതിൽ പറഞ്ഞു പോയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലാണല്ലോ നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1990ന്റെ മധ്യത്തിൽ തിരൂരങ്ങാടിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് EMS നമ്പൂതിരിപ്പാട് അന്നിവിടുത്തെ മുസ്ലിം രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള സുലൈമാൻ സേട്ടുവിനെയും ഇതേ അബ്ദുൽ നാസർ മഅദനിയെയും ഒക്കെ മഹാത്മാഗാന്ധിക്ക് തുല്യരാക്കി ചിത്രീകരിച്ച് ഉപമ പ്രയോഗം നടത്തിയ ആളാണ് EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ആ നമ്പൂതിരിപ്പാട് തൊട്ട് ഇങ്ങോട്ടുള്ള നേതാക്കളെയാണല്ലോ നമ്മൾ വിലയിരുത്തി ഇപ്പോൾ കണ്ടുവരുന്നത്. അവര് തരം പോലെ തിരിച്ചും മറിച്ചും മാറിയും ഒഴിഞ്ഞും ഒക്കെ ഇവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർക്കാരാണ് നിരോധിച്ചത്. അതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് അവരാദ്യമായിട്ട് ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നത്. അന്ന് ഈ പറഞ്ഞ CPM തൊട്ട് ജനതാ പാർട്ടിയും ജനസംഘമൊക്കെ അടങ്ങുന്ന മുന്നണിയായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ അണിനിരന്നിട്ടുള്ളത്. അവരെ വോട്ട് ചെയ്ത് സഹായിച്ചു തുടങ്ങിയ രാഷ്ട്രീയ ബാന്ധവമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. അത് കഴിഞ്ഞ് 80-ല് 82-ല് 87-ല് 90-ല് 91-ല് 95-ല് 96-ല് 2001-ല് 2000-ല് ഇങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചു പോന്നിട്ടുള്ളത്. പച്ചക്കള്ളം എന്ന് 3 ആവർത്തി അദ്ദേഹം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് പോയില്ല. അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അത് അനിൽകുമാർ, ഞാൻ നേരത്തെ പറഞ്ഞ EMS വരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പ്രസക്തി അതിനകത്തില്ല. ഞാൻ ഒരു കാര്യം അനിൽകുമാറിനെ ഓർമ്മിപ്പിക്കുന്നത്, 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജമാഅത്തെ ഇസ്ലാമി LDFനെ പിന്തുണച്ച് കഴിഞ്ഞപ്പോൾ ആഹ്ലാദാതിരേകം കൊണ്ട് ആനന്ദലബ്ധി കൊണ്ട് ഈ ദേശാഭിമാനി കേരളത്തിലൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, ഞാൻ വേണേൽ അയച്ചു തരാം. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ആഗോള കോർപ്പറേറ്റ് മൂലധന സാമ്രാജ്യത്വ സയനിസ്റ്റ് ചേരിക്കെതിരായിട്ടുള്ള ഒരു വിപ്ലവ ശുക്ര നക്ഷത്രമായിട്ടാണ് ഈ പറഞ്ഞ ദേശാഭിമാനി ആ മുഖപ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിശേഷിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അരമന കയറി ഇറങ്ങാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കഴിഞ്ഞ ഒരു 10-30 വർഷത്തിൽ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ 2 MP-മാരെ CPM വിജയിപ്പിച്ചപ്പോൾ പ്രചരണത്തിലുടനീളം ജമാഅത്തെ ഇസ്ലാമിക്കാരും വെൽഫെയർ പാർട്ടിക്കാരും അവർക്ക് വേണ്ടി അണിനിരന്നിട്ടുണ്ട്. രാജസ്ഥാനിലെ കോൺഗ്രസ് പിന്തുണയില് ഒരു CPM MLA ജയിച്ചപ്പോ അവിടെ തെലങ്കാനയിലെ കർണാടകയിലെ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ ജയിച്ചയാൾ ഇവരുടെ PB അംഗമാണ്. എന്റെ ബോധ്യത്തിൽ പിഴവുണ്ടെങ്കിൽ സേൽകുമാർ അത് തിരുത്തുക. അമ്രാറാം PB അംഗമാണിപ്പോൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചയാളാണ്. ആ വിജയിച്ചതിന്റെ ആനന്ദാതിരേകം അദ്ദേഹം പങ്കുവെച്ചത് ജമാഅത്തിന്റെ നേതാക്കളുമായി ചേർന്നാണ്. പിന്നെ അങ്ങ് സൂചിപ്പിച്ച 2019 തെരഞ്ഞെടുപ്പിൽ ജയിച്ച നടരാജൻ,
നടരാജൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ തന്നെ ഈ പറയുന്ന ഒരു സെക്കൻഡ് ശ്രീ നൗഷാദ് അലി, ഈ പറയുന്ന ജമാഅത്തിന്റെ നേതാക്കന്മാരെ ആലിംഗനം ചെയ്ത് അവരുമായി ഈ പറയുന്ന സൗഹൃദം പങ്കുവയ്ക്കുന്ന നന്ദിപൂർവ്വം അത് രേഖപ്പെടുത്തുന്ന ചിത്രങ്ങൾ അദ്ദേഹവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2024 അമ്രാറാമിന്റെ വിജയത്തിൽ അദ്ദേഹം നന്ദി പറയുന്നത് അവിടുത്തെ അമീറിനോടടക്കമാണ്. അങ്ങേക്ക് തുടരാം നൗഷാദ് അലി. അപ്പൊ ഇത് ഈ കേരളത്തിന് വെളിയിൽ ഈ രാജ്യത്തെ എല്ലായിടത്തും നിലവിൽ ഈ മണിക്കൂറിലും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചേർന്നു പോകുന്ന പാർട്ടിയാണ് CPM. പക്ഷെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് CPMന്റെ കള്ളക്കളിയും പിണറായി വിജയന്റെ രീതികളും ഒന്നും താല്പര്യപ്പെടാതെ വന്നപ്പോഴായിരിക്കണം അവർ അകന്നു പോയത്. അതിന്റെ ഭാഗമായിട്ട് ഇവർ CPM വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇവരെ തീവ്രവാദികളാക്കിയാണ് 10-30 കൊല്ലം പഞ്ചായത്തിലേക്കും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ജില്ലാ കൗൺസിലിലേക്കും ബാങ്ക് തെരഞ്ഞെടുപ്പുകളിലേക്കും ക്ഷീരസംഘത്തിലേക്കും ഒക്കെ CPMനെ സഹായിച്ചു പോന്ന് തങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിനെയും ലീഗിനെയൊക്കെ ഇകഴ്ത്തിക്കാട്ടി CPMനെ മുസ്ലിം സമുദായത്തിന്റെ ചാമ്പ്യന്മാരാക്കി വിശേഷിപ്പിച്ചു നിർത്തിയ ജമാഅത്തെ ഇസ്ലാമി ഈ അവസാനം തെറ്റിയപ്പോൾ ഈ തീവ്രവാദികളൊക്കെ ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇവരിങ്ങനെ പലതരത്തിലുള്ള വിഷലിപ്തമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന കാണുമ്പോൾ നമുക്ക് കൗതുകമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി അതിന്റെ യാഥാസ്ഥിതികമായ അതിന്റെ നയങ്ങളിൽ ഊന്നി നിന്നിരുന്ന ഒരു 70കളിലും 80കളിലൊക്കെ അവരുടെ തോളത്ത് കൈയിട്ട ഈ CPM ആണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി പുതിയ കാലത്തിനനുസരിച്ച് അവരുടെ പല പ്രഖ്യാപിത നയങ്ങളൊക്കെ പരിഷ്കരിച്ച് പുതിയ ക്രമത്തിന് ആനുപാതികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇവർ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ നിരത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു കൊതിക്കറിവ് കൊണ്ടോ അല്ലെങ്കിൽ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് CPM ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ എന്തു പറഞ്ഞാലും അത് ആളുകൾക്കിടയിൽ വിലപ്പോവില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നാളെ ഇനി ജമാഅത്തെ ഇസ്ലാമി നിലപാടി മാറ്റി നോക്കട്ടെ, വീണ്ടും അവർ 96 മുഖപ്രസംഗത്തിലേക്ക് തിരിച്ചു വരും. ജമാഅത്തെ ഇസ്ലാമി ആഗോള കുത്തക മൂലധന സയനിസ്റ്റ് സാമ്രാജ്യത്വ കോർപ്പറേറ്റ് അജണ്ടകൾക്കെതിരായിട്ടുള്ള വിശുദ്ധ പോരാളികളായിട്ട് CPMന് മാറും. അപ്പം അവർ കഴുകി വെളുപ്പിക്കും. കാരണം മഅ്ദനിയെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തത് ഭരണനേട്ടമായിട്ട് PRD അടിച്ചിറക്കി മുന്നോട്ട് വന്ന ഒരു LDFും CPM ഒക്കെയാണ് ഇന്ന് ആ പാർട്ടിയെ നോക്കി പീഡിതരുടെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് തരാതരം പോലെ കഴുകി വെളുപ്പിക്കാനും കറുത്ത ചായത്തിൽ മുക്കാനും പാകത്തിൽ കുറെ പാർട്ടികളും മനുഷ്യന്മാരും ഒക്കെ ഈ നാട്ടിലുണ്ട്. അതിവർ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ചെയ്തിട്ടും കണ്ടിട്ടും ഒന്നും ഒരു പാർട്ടിയെക്കുറിച്ചും ഒരു നാട്ടുകാരും ഒരു നിലപാട് സ്വീകരിക്കാൻ പോകുന്നില്ല. അവരുടെ പൊതുബോധത്തിൽ യാതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം മഅ്ദനിയെയും സേട്ടു സാഹിബിനെയൊക്കെ മഹാത്മാഗാന്ധിയോട് ഉപമിച്ച് തുടങ്ങിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ പൊളിറ്റിക്സ് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ CPMന് സ്വന്തമായിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പൊ അനിൽകുമാർ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തങ്ങളെ പാളയത്തിൽ ഉണ്ടാകുമ്പോൾ വിശുദ്ധരും തങ്ങളുടെ പാളയം വിട്ടു പോകുമ്പോൾ പിന്നെ കാർമേഘാവൃതമായ പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്ന ആളുകളായിട്ട് ഈ ആളുകളെയൊക്കെ മാറ്റുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൗതുകകരമാണ്. കേരളത്തിലെ ജനങ്ങൾക്കും അത് വലിയ അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയുന്നത്? അല്ല, മതരാഷ്ട്രവാദം എന്നൊരു സമീപനം ജമാഅത്ത് ഇസ്ലാമി സമീപകാലത്ത് എവിടെയും ഉന്നയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അത്തരമൊരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളൊരു രാഷ്ട്രീയ പ്രചരണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ആരോപിക്കപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണത്. കാലാന്തരേണ അവരാ നയത്തിൽ നിന്ന് വ്യതിചലിച്ചോ അല്ലെങ്കിൽ സ്വയം നവീകരിച്ചോ ഒക്കെ പുതിയ കാലത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ആടിനെ വെറുതെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലേണ്ട കാര്യം? ഞങ്ങൾക്ക് ആശയപരമായിട്ട് അവരോട് വിയോജിപ്പുള്ള കാലത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ആശയപരമായിട്ട് അവർ സ്വയം തിരുത്താൻ വരുമ്പോൾ ആ സത്യവും നമ്മൾ പറയും. ജമാഅത്തിന്റെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒന്നല്ല രണ്ട് തവണ ജമാഅത്തിനെ നിരോധിച്ചിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരുകളാണ് എന്ന് അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ എതിർക്കേണ്ട ഘട്ടങ്ങളിൽ നിങ്ങൾ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കണോ എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ വിവേകപൂർവ്വമാണ്. ശ്രീ എ സജീവൻ, ഇവിടെ ഈ വെൽഫെയർ പാർട്ടി PDP ഈ രണ്ട് ദിക്കിലേക്ക് പോകുന്ന രണ്ട് പിന്തുണകളെ എത്രമാത്രം രാഷ്ട്രീയ വിശ്വാസ്യതയോടെ വിശദീകരിക്കാൻ CPMന് കഴിഞ്ഞിട്ടുണ്ട്?
വളരെ കൃത്യമായിട്ടും നമുക്ക് പറയാമല്ലോ. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ കേരളത്തിലുള്ള ഒരു പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അതിനുണ്ടോ, അതിലെ ആളുകളൊക്കെയാണോ വെൽഫെയർ പാർട്ടി ഉള്ളതെന്നുള്ള വേറെ കാര്യം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയാണ്. വെൽഫെയർ പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ള ആളുകളെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ആർക്കും പിന്തുണ കൊടുക്കാം, അത് നിരോധിക്കപ്പെട്ടതല്ല. പണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെൽഫെയർ പാർട്ടിയുമായി ബാധിക്കുന്ന കാര്യമല്ല. വെൽഫെയർ പാർട്ടി ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്നു, വെൽഫെയർ പാർട്ടിയുടെ പിറകിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളൊക്കെ ആയിരിക്കും, അല്ല ജമാഅത്തെ ഇസ്ലാമി തന്നെയായിരിക്കും. പക്ഷേ അത് ഇവിടെ അംഗീകരിക്കപ്പെട്ടൊരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് ആർക്കും പിന്തുണ കൊടുക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ട് പിന്തുണ വേണ്ടവർക്ക് വേണമെന്ന് പറയാം, അല്ലാത്തവർക്ക് വേണ്ടെന്ന് പറയാം. ഇതേപോലെയാണ് PDPയുടെ കാര്യം. PDP ഒരു കാലത്ത് വളരെ രൂക്ഷമായ രൂപത്തിൽ വേണമെങ്കിൽ തനി വർഗീയത പറഞ്ഞ ആളാണ് അബ്ദുൽ നാസർ മഅ്ദനി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മയപ്പെടുത്തുന്നുണ്ട്. PDP ഇപ്പോഴങ്ങനെ പറയുന്നില്ല. അവരും ഇതേപോലെ ഇവിടെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ എല്ലാ അംഗസംഖ്യ എത്രയുണ്ടെന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇതിനെയൊക്കെ തുലനം ചെയ്യുമ്പോൾ ഒന്ന് വർഗീയ കക്ഷി എന്ന് പറയുന്നതിൽ ശരിയില്ല. കാരണം വെൽഫെയർ പാർട്ടി വർഗീയ കക്ഷിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വേണമെങ്കിൽ CPMന് അത് പറയാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പോലും ഇപ്പോൾ നിരോധിക്കപ്പെട്ടൊരവസ്ഥയിലുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടാത്തിടത്തോളം കാലം അതിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ട്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയൊക്കെ വരുന്നതിന് മുമ്പേ ആദ്യഘട്ടത്തിൽ നൗഷാദ് അലി പറഞ്ഞ ശരിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയോട് തങ്ങളെ നിരോധിച്ച ഇന്ദിരാഗാന്ധിയോടുള്ള പ്രതിഷേധം മുഴുവൻ അവർ തീർത്തിട്ടുള്ളത് ഇന്ദിരാ വിരുദ്ധമായിട്ടുള്ള നിലപാടിലാണ്. അത് കഴിഞ്ഞിട്ട് അവരെടുത്ത നിലപാടെന്ന് പറയുന്നത് എനിക്ക് 10-40 വർഷത്തോളത്തെ ഈ രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിലൂടെ കൃത്യമായിട്ടും അറിയാവുന്നൊരു കാര്യം. അവർ സ്ഥാനാർത്ഥിയെ നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് ഇവിടെ ലോക്സഭയിൽ 20 മണ്ഡലങ്ങളിലും ഒരേ വിഭാഗത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന അവസ്ഥയൊന്നുമില്ല. അല്ലാത്ത രൂപത്തിൽ ഒരു സ്ഥലത്ത് കണ്ണൂരിൽ ആൾക്കാണെങ്കിൽ മറ്റൊരു അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുക. അവർ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, ഞങ്ങൾ ആദർശാത്മകമായിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രൂപത്തിൽ ആദർശത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് ആളുകൾക്ക് വോട്ട് ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നുള്ളത്. അത് കഴിഞ്ഞാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ വരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും വെൽഫെയർ പാർട്ടി ഈ ജമാഅത്തെ ഇസ്ലാമി അപ്പുറം പോയിട്ടുള്ള കാര്യത്തിൽ നമുക്കറിയാം. ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞ ഒരു കുഴപ്പം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വാർഡിലുണ്ട് ബന്ധമുണ്ടാക്കുന്നില്ല, വ്യാപകമായിട്ട് പല സ്ഥലത്തും ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് UDF ഉണ്ടാക്കിയിട്ടുണ്ട്, LDF ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ ആർക്കും ഇതിൽ വിശുദ്ധി പറയാൻ അവകാശമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ഗോവിന്ദമാഷ് പറഞ്ഞതും ഇവിടെ വിജയരാഘവൻ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ന്യായീകരിക്കാൻ അവർക്ക് പറ്റാത്തൊരു സംഭവമാണ്. ഇവർ സത്യത്തിൽ കേട്ട് പഠിക്കേണ്ടത് ഇന്ന് LDFന്റെ കൺവീനർ രാമകൃഷ്ണൻ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കാരുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാറുണ്ട്, വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് വ്യക്തമാക്കാറുണ്ട്. അത് പ്രസ്ഥാനങ്ങൾ വർഗീയമാണോ അല്ലേ എന്നൊക്കെ പറയും. ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാറില്ല എന്ന് പറഞ്ഞു. ആ നിലപാടെടുക്കുമ്പോൾ കുറെ കൂടി അവർക്ക് ന്യായീകരിച്ച് നിർത്താൻ പറ്റും. കാരണം ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന് CPM വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ LDF മൊത്തമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് പരസ്യമായി പറയാം. അതെല്ലാം മറ്റൊരാൾ ബന്ധം ഉണ്ടാക്കാൻ പാടില്ല, മറ്റാരും അവരുടെ വോട്ട് വാങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് ഹിന്ദു മഹാസഭയുടെ വോട്ടോ എന്നൊരു ചോദ്യം വരുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത് വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി ഞങ്ങൾ UDFന് പിന്തുണയ്ക്കുന്നു പറയുമ്പോൾ അതുമായി തീർച്ചയായിട്ടും തുലനം ചെയ്യും PDPയുടെ പിന്തുണ. അതിനേക്കാൾ കൂടുതൽ തുലനം ചെയ്യുന്ന ഒന്നാണ് ഈ ഹിന്ദു മഹാസഭയുടെ പിന്തുണ. ഹിന്ദു മഹാസഭയുടെ പിന്തുണയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. അപ്പോൾ അതുമല്ല, PB അംഗമായിട്ടുള്ള വിജയരാഘവൻ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിൽ വന്നാൽ ഇറക്കി വിടാൻ പറ്റില്ല എന്നുള്ള കാര്യം. അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണമോ വേണ്ടയോ എന്നാണ് പറയേണ്ടത്. ഇത്തരം കുറേ കാര്യങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്, വ്യക്തികളുടെ കയ്യിലുള്ള വോട്ടിനെ അവർ സമുദായവുമായി കൂട്ടിച്ചേർക്കും, എന്നിട്ട് രഹസ്യ ചർച്ച പലപ്പോഴും നടത്തും. ഇത് പിൽക്കാലത്ത് തിരിച്ചടിക്കുകയെന്ന് വെച്ചാൽ അവർ തള്ളി പറയുമ്പോഴാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവിടെ ആരും പറയാത്തൊരു കാര്യം, 20 മണ്ഡലങ്ങളിൽ 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 20 മണ്
ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് LDF തള്ളിപ്പറയുന്നു? അതിന് കാരണം ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ ഒരു സാമുദായിക സംഘടനയുണ്ട്, അതിശക്തമായിട്ട് അതിനിശ്ചിതമായിട്ട്. അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്താണ് കൂടുതൽ അംഗബലമുള്ള വിഭാഗം സുന്നികളാണ് നമുക്കറിയാം. അതിൽ തന്നെ കൂടുതൽ അംഗബലമുള്ളത് AP-ക്കാർക്കല്ല EK-ക്കാർക്കാണ്. അവരുടെ മുഷാവറ എടുത്ത തീരുമാനം ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ്, വർഗീയവാദികളാണ് എന്നാണ്. അതേപോലെ തന്നെ അവർ പറഞ്ഞുള്ള RSSനെ കുറിച്ചാണ്. അപ്പോൾ പിന്നെ ഒന്നുള്ളത് SDPI കുറിച്ചാണ്. ഈ സംഘടനകളെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടി തള്ളിപ്പറയുമ്പോൾ ഈ വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. ഈ മതന്യൂനപക്ഷങ്ങളുടെ പേരിലുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികളോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് CPM-ൽ വലിയ തർക്കമുണ്ടായ കാര്യമാണ്. അത് രഹസ്യമായ കാര്യമല്ല. 1984 നമ്മുടെ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷം വോട്ടിന് ഹിന്ദു മുന്നണിക്ക് 1.25 ലക്ഷം വോട്ട് കിട്ടി. അപ്പോൾ കേരള രാഷ്ട്രീയം വർഗീയവൽക്കരിക്കപ്പെടുന്നു, ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം പിടിമുറുക്കാൻ തുടങ്ങുന്നു എന്ന് CPM വിലയിരുത്തി. തുടർന്നാണ് നമ്മുടെ ഈ കേരളത്തിനകത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭണം ഇവിടെ രൂപപ്പെടുത്തിയെടുത്തത്. അത് വളരെ ബോധപൂർവമായ കാര്യമാണ് എന്നതുകൊണ്ട് നിങ്ങൾ BJP-യുടെ വളർച്ചയെ തടയാൻ, RSSന്റെ വളർച്ചയെ തടയാൻ, ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ലീഗ് അടക്കമുള്ളവരുമായി സന്ധി ചെയ്താൽ അപ്പുറത്ത് ഹിന്ദുമതത്തിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയം ശക്തിപ്പെടുമെന്നാണ് CPM കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1985 LDFന്റെ ഭാഗമായിരുന്ന അഖിലേന്ത്യാ ലീഗ് LDF വിട്ട് UDF-ലേക്ക് പോയത്. അപ്പൊ അഖിലേന്ത്യാ ലീഗിനെ UDF-ലേക്ക് പോകാൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചെങ്കിൽ പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഞങ്ങൾ എന്തെങ്കിലും വെയിറ്റ് കൊടുക്കുമോ? നമ്മൾ രാഷ്ട്രീയത്തെ ചരിത്രപരതയെ കാണണം. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ലീഗിലുള്ളൊരു പ്രധാനപ്പെട്ട നേതാവാണ് ഹമീദ് വാണിമേൽ. ലീഗിലെ നേതാവാണ് അദ്ദേഹം. 2010 വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇത് രാജിവെച്ച് ലീഗിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ, അതായത് 2006 LDF ഗവൺമെന്റ് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവഹേളനം മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരിക്കുന്നത്. അതിലേറെ ദയനീയം ഹീറോ സെന്ററിൽ നടന്ന റെയ്ഡ്. ഹീറ സെന്റർ LDF കേരളം ഭരിക്കുമ്പോൾ ഹീറോ സെന്ററിൽ റെയ്ഡ് നടത്തിയെന്ന്. ഹീറ സെന്റർ, യു ആർ കറക്റ്റ്, ഹീറ സെന്റർ. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ തകർക്കാൻ CPM ശ്രമിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിലും മന്ത്രിമാരോ മറ്റോ പങ്കെടുക്കാറില്ല. ഇഫ്താർ മീറ്റിംഗിന് പോലും അവർ വരാറില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് ഒരുതരം അസ്പർശ്യത, അയിത്തം CPM വെച്ച് പുലർത്തി. ജമാഅത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവഹേളനം സഹിക്കാവുന്നതിലപ്പുറമാണ്. ഇങ്ങനെ രാജിവെച്ചു പോയ ഒരാളാണ് വാണിമേൽ. ഇങ്ങനെയാണ് ഞങ്ങൾ പെരുമാറുന്നത് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും അണികളും പറയുമ്പോൾ പിന്നെ അവരെല്ലാം കൊട്ടക്കണക്കിനോട്ട് LDFന് ചെയ്താണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്ന് ഏത് ചരിത്രം വെച്ചാൽ നിങ്ങൾ വർത്താനം പറയണത്? ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് മുസ്ലിം ലീഗുമായി ഞങ്ങൾക്ക് സഖ്യമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. ഒരു മതത്തിന്റെ ഐഡന്റിറ്റിയെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? എന്താണ് KM ഷാജിയുടെ പ്രസംഗം? നിങ്ങൾ DYFIയിൽ ചേർന്നാൽ, CPM-ൽ ചേർന്നാൽ ദീനിൽ നിന്നും അകലുകയാണ്. ദീനിൽ നിന്നും അകലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ ലീഗിലേക്ക് വരണം. KM ഷാജിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? തെരഞ്ഞെടുപ്പ് കേസ് റദ്ദാക്കി നിങ്ങൾ കണ്ടില്ലേ? എന്താണ് KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് കേസ് റദ്ദാക്കാൻ കാരണം? അപ്പം മതരാഷ്ട്രീയം എന്ന് പറയുന്നത് നീചമായ തരത്തിൽ കൈകാര്യം ചെയ്ത് സ്വാർത്ഥലാഭമെടുക്കാൻ ഇസ്ലാം മതത്തെ ഒറ്റുകൊടുക്കുന്ന രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് മുതൽ ജമാഅത്തെ ഇസ്ലാമിയും SDPയും കൈകാര്യം ചെയ്യുന്നത്. ആ ന്യൂനപക്ഷ മതരാഷ്ട്രീയത്തോട് രാഷ്ട്രീയ സന്ധിയില്ല എന്നാണ് CPM-ന്റെ നിലപാട്. സുനിൽകുമാർ, അങ്ങീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തോന്നാം. പക്ഷേ പരസ്പര വിരുദ്ധമായ നിങ്ങളുടെ നിലപാടുകളാണ് നിങ്ങളുടെ ഈ വാദത്തെ ദുർബലമാക്കുന്നത്. അതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഈ അമ്ര റാമിന്റെ പിന്തുണ. ഒരു സെക്കൻഡ്, അമ്ര റാം എന്തിനാണ്
എന്തിനാണ് നസീമുദ്ദീൻ അവിടുത്തെ അമീറായിട്ടുള്ള നസീമുദ്ദീനെ കെട്ടിപ്പിടിക്കേണ്ട കാര്യം? ചർച്ചയില് നന്ദി സൂചകമായി ഈ പറയുന്ന വിജയത്തിന് ശേഷം അത് പ്രകടിപ്പിക്കേണ്ട കാര്യം അവിടെയാണ്. ഒരു സെക്കൻഡ് പറഞ്ഞൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഈ പറയുന്ന PR നടരാജന്റെ കാര്യം ഏറ്റവും ഒടുവിൽ ഒറ്റ സെക്കൻഡ് ഒരു കാര്യം കൂടി. ഏറ്റവും ഒടുവിൽ ഈ തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി നടത്തിയ പ്രതികരണത്തിലൊരു ഭാഗം ഇന്നിപ്പോൾ നിങ്ങൾ വളരെ കാർക്കശ്യത്തോടെ വേർതിരിക്കുന്നുണ്ടല്ലോ ഈ ജമാഅത്തിനെയും PDPയെയും. അങ്ങനെ കണ്ടില്ല അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന്. മുസ്ലിമിലെ പ്രബല വിഭാഗമാണ് AP സുന്നി വിഭാഗം. അവർ കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു, ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് എടുത്തത്. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDPയെ പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. ഒരു വേർതിരിവും കാണുന്നില്ലല്ലോ അവിടെ സംസാരിക്കുന്ന ഭാഷയിൽ, ആ പറയുന്ന രാഷ്ട്രീയത്തിൽ, കിട്ടിയ പിന്തുണയുടെ ഈ പറയുന്ന ഈ തുലനം ചെയ്ത് നോക്കുന്നതിൽ. അതെ, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ കോൺഗ്രസിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ആ ഘട്ടത്തിൽ അവർ ചില രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ആ നിലപാടിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അവരുമായി ഞങ്ങൾക്ക് രാഷ്ട്രീയ സഖ്യമുണ്ടെന്നല്ല. ഞങ്ങൾ അവരുമായി മുന്നണി ഉണ്ടാക്കുകയോ മന്ത്രിസ്ഥാനങ്ങൾ പങ്കിടുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ശ്രീ അനിൽകുമാർ, നിങ്ങൾ ചില കാര്യങ്ങളിൽ രാഷ്ട്രീയ വ്യക്തത വരുത്തുമ്പോൾ ആർജവത്തോടെ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഇപ്പോ അങ്ങ് പറയുന്നു അവർക്ക് നിവൃത്തികേടുകൊണ്ട് അവര് പിന്തുണയ്ക്കുന്നുവെന്ന്. ഒന്നാമത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ രാഷ്ട്രീയ നിലപാട് നിവൃത്തികേടായി കാണുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ തന്നെ പുനഃപരിശോധിക്കണം. അത് എത്രമാത്രം രാഷ്ട്രീയമായി ശരിയായ ഒരു കാഴ്ചപ്പാടാണ് എന്ന് പരിശോധിക്കണം. അതവിടെ നിൽക്കട്ടെ, അത് അങ്ങയുടെ സ്വാതന്ത്ര്യം. ഇവിടെ ഈ ജനസംഘത്തിന്റെ ഈ പറയുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ളൊരു ഘട്ടം നിങ്ങൾ പിന്നീട് വിമർശിക്കപ്പെട്ടൊരു ഘട്ടമാണ്. അതിനുശേഷം പിണറായി അടക്കം ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന കർക്കശമായ നിലപാട് എടുത്തു എന്ന്. ഒരു ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരെ ഒരു മുന്നണി രൂപപ്പെടുന്നു. അതിനുശേഷം പിന്നെ അത് ശിഥിലമായി പോയതിനു ശേഷം പിന്നീട് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ സുവ്യക്തമായി പറയുന്നുണ്ട്. അങ്ങ് 85-ൽ തിളക്കമുള്ള വിജയമെന്ന് EMS ചൂണ്ടിക്കാട്ടിയ നായനാർ സർക്കാരിന്റെ ആ വിജയമുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാണ് ജനസംഘത്തോടുള്ള രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയത് എന്ന്. അപ്പോൾ അങ്ങനെ കാർക്കശ്യത്തോടെ നിലപാട് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി വന്നിരുന്ന് പറയുകയാണ് പഞ്ചായത്തിന്റെ ഏതോ മൂലയിൽ ഒരു പിന്തുണയുണ്ടാകും, AK സെന്ററിനെതിരെയുള്ള കൂടിക്കാഴ്ച സാധാരണമല്ലേ, നിവൃത്തികേടുകൊണ്ട് ഞങ്ങളെ പിന്തുണച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയേണ്ടത്? അല്ല, ബഹുമാനപ്പെട്ട വേണു നല്ല ബിരുദമുള്ള മാധ്യമ പ്രവർത്തകനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവന എൻ്റെ അഭിപ്രായമായിട്ട് എൻ്റെ തലയിലേക്ക് തിരിച്ചു കെട്ടിവെക്കാനുള്ള വേണുവിൻ്റെ ബിരുദ് ആളുകൾ ഓർമ്മയില്ലാത്തവരാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവനയാണ് ഞാൻ പറഞ്ഞത്. അഴിമതി ദേശീയ സംസ്കാരമാക്കി തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റ് തിരുത്താനോ മേലിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകാനോ കോൺഗ്രസ് തയ്യാറായില്ല എന്ന ഗതികേടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുന്ന അവരുടെ പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ എടുത്ത് എഴുതിയത്. അല്ലാണ്ട് ഇവിടെ ലീഗിന്റെ നേതാവ് വായിച്ചൊന്നും മുഖപ്രസംഗത്തിലില്ല. ആ പച്ച നുണയാത്. VD സതീശന്റെ കനകോലും നുണയാണ് ആ വാചകം. കോർപ്പറേറ്റ് എന്ന ആ ലേഖനത്തിലുണ്ടെന്ന്. ഏത് 96-ലെ ലേഖനത്തിൽ കോർപ്പറേറ്റോ? ഏത് കോർപ്പറേറ്റിനെ കുറിച്ചാ? 96-ലെ ലേഖനത്തിൽ ഏത് കോർപ്പറേറ്റിനെ കുറിച്ചാ? ഇന്ന് നുണയുണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ചരിത്രപരതയിൽ നുണ മനസ്സിലാക്കണം. കോർപ്പറേറ്റ് എന്നൊരു സംവർഗം ആ കാലഘട്ടത്തിലെ പൊതു രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. നിങ്ങൾ ലീഗുകാർക്ക് അത്രയും ബുദ്ധിയല്ലേ ഉള്ളൂ. നിങ്ങൾ ആ കോർപ്പറേറ്റ് എന്നൊരു വാക്കെടുത്ത് മാറ്റ്. ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധിയോട് പറയുക, നിങ്ങൾ ഞങ്ങൾക്കെതിരെ നുണ നിർമ്മിക്കുമ്പോൾ ആ പറഞ്ഞ വാചകം ദേശാഭിമാനി ലേഖനത്തിലില്ല, അല്ലെ മുഖപ്രസംഗത്തിലില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ കോർപ്പറേറ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്ന്. ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് നുണ നിർമ്മിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വേണൂര് ഈ ചർച്ചയിൽ നിന്ന് വേണൂർ രക്ഷപ്പെടാൻ ചെയ്ത കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഗതികേട് ഞാൻ പറഞ്ഞെന്നാക്കി. ജമാഅത്തെ ഇസ്ലാമിയാണ് പറയുന്നത് കോൺഗ്രസ് തെറ്റിതിരുത്താൻ പോലും തയ്യാറില്ല. ഗതികെട്ട ഞങ്ങൾ എന്തു ചെയ്യും? അപ്പുറത്ത് കടലിന് ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം എന്ന് പറഞ്ഞ പോലെ ഒരു കാലഘട്ടം വന്നപ്പോൾ അവരവിടെ ഇവിടെയും ചില സ്ഥാനാർത്ഥികൾക്ക് വ്യക്തിഗുണം നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിലപാട് നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സഖ്യമാണെന്ന് ഞങ്ങളുടെ തലയെ കെട്ടിവെക്കാൻ വരണ്ട. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ആരാ മത്സരിക്കുന്നത്? എം സ്വരാജിന്റെ നിലപാടിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയില്ലേ? ജമാഅത്തെ ഇസ്ലാമിയോടാണ് ഞാൻ ചോദിക്കുന്നത്. എം സ്വരാജിന്റെ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ?
എം സ്വരാജ് നിയമസഭയിൽ പോയാൽ RSSന് മുതൽക്കൂട്ടാ BJPക്ക് വേണ്ടിയാ നിൽക്കണത്? RSS എന്ന് പറയുന്നവരെ ഏറ്റവും ഏറെ വെറുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടല്ലേ അദ്ദേഹം ധീരമായി ഇന്ത്യ രാജ്യത്തെടുത്തത്? ചോദ്യങ്ങളോടുകൂടി ഏതെല്ലാം ഘട്ടത്തിൽ സഖാവ് സ്വരാജ് നിലപാടെടുത്തു? അല്പമെങ്കിലും ഒരു ചിന്തയുണ്ടായോ? വേട്ടയാടപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ആളുകളെ വേട്ടയാടുന്നൊരു ഭരണകൂടത്തിന് മുന്നിൽ ആ മനുഷ്യൻ ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ തലയുയർത്തി നിന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുമായി അറച്ചു നിൽക്കാതെ നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ VD സതീശന്റെ മടയിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് പറയുകയാണ്, നിങ്ങൾ മുസ്ലിം ലീഗിനോട് കൂടിക്കോ, മുന്നണി ആയിക്കോ, 5ാം മന്ത്രിയോ 6ാം മന്ത്രിയോ നിങ്ങൾ ചോദിച്ചോ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ പറയുന്നത് കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കാൻ RSSനെ സഹായിക്കുന്ന പ്രസ്താവനയാണ് VD സതീശൻ നടത്തിയത്. ആത്മഹത്യാപരമാണ്. കോൺഗ്രസ് ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. 1948 ബാബറി മസ്ജിദിനകത്ത് രാമന്റെ വിഗ്രഹം ഒളിച്ചു വെച്ചപ്പോൾ ഗോവിന്ദ വല്ലഭ പന്തിന് നെഹ്റു ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്ത് നേരെ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ. ലീഗിന്റെ നേതാവിനോട് ഞാൻ പറയാണ്, ഇല്ല ഞാൻ അങ്ങോട്ട് ഇട്ടു തരാ കത്ത്. എന്താണ് നെഹ്റു എഴുതിയത്? എന്താണ് കോൺഗ്രസ്? അല്ല, അങ്ങനെ നിലപാട് വ്യക്തമാക്കി. സമയം കുറവാണ്. ശ്രീ ഷഫീഖ്, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സുരക്ഷാ താവളത്തിൽ പോയി ഒതുങ്ങരുത്. ജമാഅത്തുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യങ്ങൾ കൂടെ മറുപടി പറയണം. അവിടെ ശ്രീ സജീവൻ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു രക്ഷയായിട്ട് വരില്ല. അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്ന പോലെ അങ്ങനെയെങ്കിൽ നാളെ RSS BJP എന്നത് രണ്ടായി കാണേണ്ടി വരും. അങ്ങനെ കാണാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയല്ല എങ്കിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 കാര്യങ്ങൾ അതിനോട് ചേർന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. സതീശനുമായി ബന്ധപ്പെട്ട് സതീശൻ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ മതരാഷ്ട്രവാദം വിട്ടു എന്ന്, നിങ്ങളുടെ നിലപാടുകളിൽ ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നുവെന്ന്? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരാനുള്ള ബോധ്യം എങ്ങനെ? അങ്ങ് വളരെ ആർജവത്തോടെ പറയുകയുണ്ടായല്ലോ CPM-ലെ ഏതൊക്കെ നേതാക്കന്മാരുമായി ചർച്ച നടന്നു, ഏതൊക്കെ ഘട്ടങ്ങളിൽ താങ്കൾ സന്നിഹിതനായിരുന്നുവെന്ന്. എന്തേ ഒരു ദുരൂഹതയുടെ മൂടുപടമിട്ടാണ് സതീശൻ ആ കാര്യം വിശദീകരിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? ചോദ്യം ഇതാണ്. വെൽഫെയർ പാർട്ടി നിരുപാധിക പിന്തുണയാണല്ലോ നൽകിയിരിക്കുന്നത്. അപ്പോൾ അവരെ അസോസിയേറ്റഡ് അംഗമാക്കാൻ തടസ്സമുണ്ടോ? ഉത്തരം, അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുകയുമില്ല. ചോദ്യം, എന്തെങ്കിലും ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നോ? ചർച്ച നടത്തിയിരുന്നോ? മറുപടി, എല്ലാ കാര്യങ്ങളും പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന നാവുകൊണ്ട് പിന്നെ നിരുപാധിക പിന്തുണയെന്ന് പറയരുത്. അപ്പോൾ ഇവിടെ കാട്ടുന്ന രാഷ്ട്രീയ കാപട്യം എന്താണ്? എന്ത് തരത്തിലുള്ള ചർച്ച നിങ്ങളുടെ ഇടയിൽ നടന്നു? അങ്ങനെയെങ്കിൽ എന്ത് ധാരണയുണ്ടായി? ഇതൊക്കെ പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൂടെ പുറത്ത് പറയണം ഷഫീഖെ. അതല്ല പിന്നീട് ഈ ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമുള്ളൊരു ചർച്ചയുടെ ഘട്ടത്തിലാണത് പറയാൻ വെക്കുന്നത് എങ്കിൽ അതൊരു തരം അവസരവാദപരമായ നിലപാടാണ്. ഓക്കെ, ഞാൻ വേണു അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ സഖാവ് അനിൽകുമാർ സഖാവ് ഒട്ടും ആത്മവിശ്വാസമില്ലാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം CPM-ന്റെ കുടുംബയോഗത്തിലെ വിശദീകരണമാണ് ഇവിടെ നടത്തിയത്. അത് കേട്ടിട്ട് ആളുകൾ പിരിഞ്ഞു പോകും. പക്ഷേ ഇതല്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു നാട്ടിൽ നിന്നിട്ട് കളവ് പറയുമ്പോൾ അത് കയ്യോടെ പിടികൂടും. അത് പിടികൂടപ്പെട്ടതിൻ്റെ ഒരു പ്രയാസം സഖാവിനുണ്ട്. ഞാൻ അദ്ദേഹത്തോട് എനിക്ക് അനുതാപമുണ്ട്. അദ്ദേഹം അത് വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പ്രശ്നമുണ്ട്. അദ്ദേഹം നമ്മൾ ഗതികേട് എന്ന് പറഞ്ഞാൽ ഒരു ജന്മിത്ത ഭാഷയാണ്, ഒരു സഖാവിൻ്റെ ഭാഷയൊന്നും അല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. ലീഗുകാർക്ക് അത്ര ബുദ്ധി ഉണ്ടാകൂ. ഇതൊക്കെ ഒരു വംശീയമായ മുൻവിധിയോടുകൂടിയുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അതൊക്കെ CPM-ന് അടുത്ത കാലത്ത് സംഭവിച്ച പരിണാമമാണ്. അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ വംശീയമാകും? ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ വംശീയമാകും? ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ വംശീയമാകും? കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അറിയാമല്ലോ, മനുഷ്യർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അത് വംശീയാവില്ല. ആയിക്കോട്ടെ, അല്ലേ, ആയിക്കോട്ടെ. എന്റെ നിലപാടല്ലേ നിങ്ങളുടെ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേട്ടില്ലേ? അപ്പോൾ ഓക്കെ, ഇനി RSSനെ കുറിച്ചുള്ള പോരാട്ടം. സഖാവേ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് RSSന് മൊത്തത്തിൽ പാട്ടത്തിന് കൊടുത്തിട്ട് വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു മുന്നണി കേരളത്തിൽ RSSനെതിരായ പോരാട്ടത്തിൻ്റെ ധീരകഥകളൊന്നും പറഞ്ഞ് ഞങ്ങളെ ഉൾപ്പുളവും കൊള്ളിക്കാൻ നിൽക്കണ്ട. ആദ്യം RSS പിടിച്ചുകൊണ്ടുപോയ ആഭ്യന്തര വകുപ്പ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേ. ഞാനതിൻ്റെ 100 സംഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരാം. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞങ്ങളിവിടെ പറഞ്ഞത്, ഞങ്ങൾ CPM-മായി കൃത്യമായ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ആ ധാരണയിൽ പോയി. CPM അതിൽ നിന്ന് മാറി. എന്നിട്ട് CPM ഞങ്ങളുമായി ധാരണയില്ല,
എന്ന നുണ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ചകൾ സമൂഹത്തിന് മുമ്പാകെ പറയേണ്ടി വന്നിട്ടുണ്ട്. ഇത് വേണു എല്ലാ കാലത്തും എല്ലാ ചർച്ചയും അങ്ങനെ സമയം കഴിഞ്ഞു എന്നാൽ ഞാൻ ഇടപെടുകയാണ്. അല്ല ശ്രീ ഷഫീഖ്, പക്ഷേ ശ്രീ അനിൽകുമാർ പറഞ്ഞത് ഈ ചർച്ചകൾ നടന്നിട്ടില്ല എന്നല്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ തുമ്പിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് വാതിൽ തുറക്കൽ അദ്ദേഹത്തിന് അറിയില്ല. അല്ല, ഒരു പഞ്ചായത്തല്ല, കേരളത്തിൽ 70-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾ. നിങ്ങൾ പറ, ഒരു ഘടകകക്ഷി, നിങ്ങളുടെ LDF-ലുള്ള ഘടകകക്ഷികളുണ്ടല്ലോ, ആ ഘടകകക്ഷികളിൽ പല ഘടകകക്ഷികൾക്കും ഞങ്ങളുടെ അത്രയും സീറ്റ് ധാരണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. CPM ഇടതുപക്ഷത്തിൽ CPM, CPI, ജനതാദൾ, കേരള കോൺഗ്രസ് അന്ന് ഇല്ല. ബാക്കിയുള്ള കക്ഷികളെടുത്താൽ ഞങ്ങളത്രയും ധാരണ നിങ്ങൾ ഒരു ഘടകകക്ഷിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു മൂലക്ക് നടന്ന ധാരണയാണോ? എന്താണ് പറയുന്നത്? കോടിയേരി സഖാവ് ഏതോ ഒരു ചർച്ച നടത്തുന്ന ഒരാളാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇവിടെ ഒരു പുകമറ ഉണ്ടാക്കിയിട്ട് നടന്ന ഒരു വസ്തുതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. എൻ്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ക്യാമറ ഒന്ന് പിടിച്ചു നോക്കൂ. 2015 തൃച്ചി നടന്ന ബൈ ഇലക്ഷനിൽ CPIM-ന്റെ വേദിയിൽ പ്രസംഗിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ തമിഴ്നാട് പ്രസിഡന്റ് SN സിക്കന്ദറ. CPIM-ന്റെ വേദിയിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തുകയാണ്. ഇതാണ് ഇന്ത്യ. ഒരു കാര്യം പറയാം, ഡയറക്റ്റാണ് ചോദ്യം. VD സതീശൻ പറഞ്ഞു നിങ്ങൾ നിലപാട് മാറ്റി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു. അതിനൊരു മറുപടി പറയാൻ വെല്ലുവിളിക്കുകയാണ്. ഗതികേടല്ല നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത്? VD സതീശൻ പറഞ്ഞു നിങ്ങൾ മതരാഷ്ട്രീയം മാറ്റി. ഒരു ഉത്തരം പറയൂ, ബാക്കിയെല്ലാ ഉത്തരവും ഞങ്ങൾ പറയാം. ഇതിനാദ്യം ഉത്തരം പറയും. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളോട് ചോദിച്ചാൽ അതിന് മറുപടി നൽകും. സതീശന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളോട് ചോദിച്ചാൽ അവർ പറയും. വെൽഫെയർ പാർട്ടിയുടെ ഞാൻ 2011 രൂപീകരണം, ഞാൻ CPM-ഉം വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ധാരണയെ കുറിച്ചാണ് പറയുന്നത്. മതസംഘടനയുടെ പ്രതിനിധിയല്ല നിങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതാണ്. അതും നിങ്ങളിപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. അത് അല്ലല്ലോ, ഒരു സെക്കൻഡ്, അത് ജമാഅത്ത് എന്ന് പറയട്ടെ എന്ന് സതീശനാണ് മറുപടി കൊടുക്കേണ്ടത്. അല്ലല്ല, ചോദ്യം നേരിട്ടുള്ളതാണ്. സതീശൻ പറഞ്ഞതിനോടുള്ള മറുപടിയാണ് വേണ്ടത്. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, ആരോട് ഏതിന്റെ പ്രതിനിധിയോടാണ് സംസാരിക്കുന്നത്? സതീശന് മറുപടി കൊടുക്കുന്നേ. ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, സതീശന് മറുപടി കൊടുക്കുന്നേ. അയാൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സതീശൻ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞോ? എങ്കിൽ ഞാൻ മറുപടി കൊടുക്കും. സതീശൻ അല്ല, ആര് പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കും. വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാൻ മറുപടി പറയും. നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് PD സതീശൻ പറഞ്ഞിട്ടുള്ള പരാമർശം എന്നോട് ചോദിക്കൂ. അങ്ങനെയാണെങ്കിൽ 2011 മുതലുള്ള കഥയെ ഷഫീഖ് ഇവിടെ നിന്ന് പറയാവൂ. അങ്ങനെയല്ലല്ലോ ചെയ്തത്. 78 അധ്യായങ്ങൾ തുറന്നില്ലേ? അല്ലല്ല, 78 അധ്യായമൊക്കെ തുറന്നു. തുറന്നേ ഇല്ല. ഇത്ര അതിവേഗത്തിലുള്ള മറവി എന്നത് ഒരു രാഷ്ട്രീയ ഉപായമായി എടുത്തോളൂ. നിങ്ങൾ നൗഷാദ് അലിയാണ് അല്ലെന്നേ. അത് നൗഷാദ് അലിയാണ് പറഞ്ഞത്. നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കൂ. സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ അതിന് മുൻപുള്ള പിന്തുണയോ? ഏതിനു മുമ്പുള്ള? ഈ 2011 മുൻപുള്ള പിന്തുണയോ? അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഞാൻ ഉത്തരവാദിത്വം. എനിക്കത് പറയേണ്ട ഉത്തരവാദിത്വം ഇല്ലല്ലോ വേണു. 2011 രൂപീകൃതമായ ഒരു പാർട്ടിയുടെ പ്രതിനിധിയോട് സതീശൻ പറഞ്ഞത് ജമാഅത്തിനെ പറ്റിയാണ്, അതിന് എനിക്ക് മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടുമായാണ് ഷഫീഖ് നിൽക്കുന്നത്. 78 കഥയുടെ കാര്യം പറയാൻ ഷഫീഖിന് ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത്. ഇത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്തം താങ്കളുടെ പാർട്ടി എന്തിന് ഏറ്റെടുത്തു? ഷഫീഖിനില്ലാത്ത അത്രയും ഉത്തരവാദിത്വത്തോടെ ഇത് ഏറ്റെടുക്കേണ്ട എന്ത് ബാധ്യത നിങ്ങൾക്ക്? അല്ല, അങ്ങനെയെങ്കിൽ അതിന് വഴിവെച്ചതാണ്. അതൊരു ദുർവ്യാഖ്യാനമായി അങ്ങേക്ക് തോന്നുമെങ്കിൽ അതിന് വഴിവെച്ച നാവ് അങ്ങയുടേതാണ് ഷഫീഖ്. വെൽഫെയർ പാർട്ടി എന്ന് അല്ല, ഞാൻ പറയട്ടെ വേണോ?
വെൽഫെയർ പാർട്ടി എന്ന പ്രസ്ഥാനം UDF പിന്തുണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തരുന്നു എന്നുള്ള വിഷയത്തെ അധികരിച്ച് ഞങ്ങൾ അതിനെ ശരിവെച്ചു. എന്താ ഇതിനകത്തൊരു തെറ്റുള്ളത്? വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് CPM ആണല്ലോ അവർക്കെതിരെ ആരോപണത്തിന്റെ വെൽഫെയർ പാർട്ടിയാണോ ജമാഅത്താണോ പിന്തുണ നൽകുന്നത്? ബാന്ധവും ദേശായ്മയുടെ നിങ്ങൾ വെൽഫെയറുമായി നമ്മുടെ മുമ്പിൽ വെൽഫെയറിന്റെ പിന്തുണ എന്ന് പറയുന്നു, ജമാഅത്തിന് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്നു, ഷഫീഖ് എന്ന് പറയുന്നു, രണ്ടും രണ്ടാണ്. അതാണ് പ്രശ്നം. രണ്ടും തമ്മിൽ മാറ്റമില്ല. അല്ല, ഒറ്റ സെക്കൻഡ് ഷഫീഖെ, രണ്ടും തമ്മിൽ മാറ്റമില്ല എന്ന് നൗഷാദ് അലി പറയുന്നു. അതിന് മറുപടി ഒരു സെക്കൻഡ് ഷഫീഖെ, രണ്ടും തമ്മിൽ മാറ്റമില്ല എന്ന് നൗഷാദ് അലി പറയുന്നു. അതിന് മറുപടി എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. ഷഫീഖ് അല്ല, നൗഷാദ് അലി അല്ല, ആര് ചോദിച്ചാലും ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ മറുപടി പറയുള്ളൂ. എനിക്ക് അതിന്റെ ഉത്തരവാദിത്തമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും സംഘടനയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിനിധിയെ വിളിക്കണം, എന്നിട്ട് അവരോട് ചോദിക്കണം. മറുപടി പറയും. ഈ ചർച്ച ഇപ്പൊ തെളിയിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒളിച്ചുകളിയാണ്. ഈ ഒളിച്ചുകളിയുടെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ RSSകാർ പറയും BJP ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും. പള്ളി പൊളിച്ചത് ഞങ്ങളെല്ലാവരും ചിലപ്പോൾ പറയും, ഞങ്ങൾ തന്നെ പൊളിച്ചെന്ന് പിന്നെയും പറയും. ഇത്രയേ ഉള്ളൂ RSSും BJP തമ്മിലുള്ള വ്യത്യാസം. അതാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. BD സതീശൻ കുടുങ്ങിയിരിക്കുന്നു. ഇതാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ സതീശൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ്. ശരി, സമയം കഴിഞ്ഞു. സമയം വല്ലാതെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇടപെടുന്നു. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത